ജമനെ എങ്ങോട്ട് പോവാ? നമുക്ക് ഇന്ന് ബാഡ്മിൻ്റൺ കോർട്ട് സെറ്റാക്കാം. ഹെൽത്തിലേക്ക് നമുക്ക് കോൺസെൻട്രേഷൻ വേണ്ടേ? നമുക്ക് അവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടേ ബാഡ്മിൻ്റൺ കോർട്ട് സെറ്റാക്കാം. നമ്മൾ മുന്നേ ഇവിടെ ബാഡ്മിൻ്റൺ കളിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ പുല്ലൊക്കെ കയറി കുറേ നാളായി കളിച്ചിട്ട് നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കാം. ഇത് ഞാൻ തന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങാം കേസ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലീൻ ആക്കണം. പാമ്പുണ്ടെങ്കിൽ ഓടിയാൽ മതി. ഉദ്ഘാടനം കാലി കമ്പൊക്കെ ഒന്ന് കുത്തുമ്പോഴേ പാമ്പ് കുത്തുമ്പോഴേ തോന്നുന്നുണ്ട്. ഇത്രയും ഏരിയ ഉണ്ട് കേസ്. നല്ല കാട് പോലെ വളർന്നല്ലോ. ഇതൊക്കെ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യാം. അതൊക്കെ വെട്ടി ക്ലീൻ ചെയ്യാം. നമ്മൾ പണ്ട് ഇവിടെ ഇങ്ങനെ കിടന്നതിനെയാണ് വെട്ടി ക്ലീൻ ചെയ്ത് ഫുള്ള് ബാഡ്മിൻ്റൺ കോർട്ടാക്കിയത്. നമുക്കിനി ക്ലീൻ ചെയ്യാം കേസ്. ഇവിടെ കോട്ട കിട്ടി ജോമൻ കളിച്ചിരുന്നെന്ന് പറഞ്ഞില്ലേ, അതിന്റെ തെളിവ് കൊണ്ട് ക്ലീൻ ചെയ്തപ്പോൾ ആ പഴയ കയറെല്ലാം അവിടെ തന്നെ ഉണ്ട്. കണ്ടോ? എന്തായി ജോമനെ? നല്ല ഈ കാട് വളർന്നിട്ടുണ്ട് കേസ്. ദൂരെ നിന്ന് ജോമൻ ഇതിന്റെ ഇടയിൽ നിന്നാൽ പോലും അറിയാൻ പറ്റുന്നില്ല. ഇത്രയും കംപ്ലീറ്റ് ആക്കി കേസ് ജോമൻ. ബാഡ്മിന്റണിൽ തുടങ്ങി ക്രിക്കറ്റിൽ അവസാനിക്കും. പണ്ടത്തെ ഓർമ്മയായിരുന്നു. പണ്ട് നമ്മൾ ഈ ഹോല മടലുണ്ടല്ലോ, ഇതൊക്കെ വെട്ടിയിട്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കും. ഇവിടെയൊക്കെ ശരിക്കും ബോട്ടിൽസ് ആയിരുന്നത് ശരിക്കും ഉണ്ട്. ഞാൻ കുറേ അവിടെ കൂട്ടിയിട്ടു. രാത്രിക്കുള്ളതുണ്ട് കേട്ടോ. പിന്നെ ജോമനോട് ചോദിച്ചാൽ പറയുന്നത് അവിടെ ഗ്രൗണ്ടാണ്. അപ്പോൾ പിള്ളേരൊക്കെ കളിച്ചിട്ട് ഇപ്പുറത്തോട്ട് ഇടുമല്ലോ, അങ്ങനെ നിറഞ്ഞതായിരിക്കാം. നല്ല ഇത്രയും സെറ്റാക്കി ഇവിടെ നിന്ന് ഇത്രയും കംപ്ലീറ്റ് ആക്കി കേട്ടോ. തളർന്നു ഗൈസ്. ഈ മാളുദേ എന്തൊക്കെയായിട്ട് വരുന്നുണ്ട്. അവൾ ബാക്കിൽ ഒളിച്ചു വെച്ചാൽ വരുന്നത് എന്നെ പറ്റിക്കാനായിട്ടാണ്. പക്ഷെ ഞാനിത് കണ്ടു, കാണാത്ത പോലെ അഭിനയിക്കാം. ഓ ചിപ്സ് കയ്യിലുണ്ടോ മാളു? അയ്യോ എന്തുണ്ട്? അയ്യോ എനിക്കറിയില്ല. ചിപ്സ് മണ്ടി കേസ് ഞാൻ നേരത്തെ കണ്ടു. ഓ പിന്നെ ഇത്ര ഐസ് ആയിട്ടുണ്ടോ ചുമ്മന്? ഞാൻ ദൂരെ വന്നപ്പോഴേക്കാണ് കണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു മണ്ടി. എന്നെ എത്ര തോട്ടം അറിയാൻ പോയി നടത്തിക്കണേ. എത്ര തോട്ടാ? 3-4 വട്ടമായി. ഫസ്റ്റ് അല്ല, ആ ബോട്ടിൽ, പിന്നെ നമ്മട്ടി, പിന്നെ ചായ. സ്ഥിരം പരിപാടികള് സ്ഥിരം പരിപാടി എന്നെ ഇങ്ങനെ പറ്റിക്കുന്നത്. എനിക്ക് വേണ്ട. ഇന്നിനി ഫുള്ള് തീരുമെന്ന് തോന്നുന്നില്ല. ബാക്കി നമുക്ക് നാളെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അയ്യ ടയർഡായി. അത്രയും കൂടെ ശരിയാക്കുമ്പോൾ നമ്മുടെ കോർട്ടിൻ്റെ ഹാഫ് ശരിയായി കേട്ടോ. ഇനി ബാക്കി ഹാഫ് ഇതിൻ്റെ അപ്പുറത്താണ്. അത് നമുക്ക് നാളെ വന്ന് ചെയ്യാം. ഇവിടെ അത്രയും കളിക്കേണ്ട പരുവായിട്ടുണ്ട്. അപ്പോൾ കേസ് നമ്മൾ ഇന്നത്തേക്ക് പോസ് ചെയ്യാണ് കേട്ടോ. നാളെ ഇതിൻ്റെ കണ്ടിന്യൂ. ആവശ്യമില്ലാത്ത പണിക്കുമ്പോ എല്ലാം കൂടെ ഒരു തള്ളി കൂടെ എടുത്തിട്ടു. നാളെ കാണാം. അപ്പൊ അതെ ഞങ്ങൾ സെക്കൻഡ് ഡേ വന്നിരിക്കുകയാണെങ്കിൽ ബാക്കി കൂടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇന്ന് കംപ്ലീറ്റ് ആവാൻ നോക്കി. ഇന്ന് എന്തായാലും കംപ്ലീറ്റ് ആവാം കേട്ടോ. ജോമ എന്തായാലും രണ്ടും കളിപ്പിച്ച് തന്നെ ഇറങ്ങിയിരിക്കണം. ഇന്ന് എന്തായാലും കംപ്ലീറ്റ് ആവും.
ദേഹം എനക്കാൻ വയ്യാന്ന്. ഇന്നലെ മൊത്തം വെട്ടിയിട്ടാണോ? അതെ. ഓ എനിക്കാണെങ്കിൽ മാളുവിനെ കാണുമ്പോൾ അസൂയോ അതെന്താ ഇങ്ങനെ നിൽക്കണ. അടുത്ത എനിക്കൊരു ജന്മം ഉണ്ടല്ലോ, അതെനിക്ക് മാളുമായിട്ട് ജനിക്കണം. നമ്മ ഫുള്ള് വിളയായി കിടന്നത് ഇത്രയും റെഡിയാക്കി കേട്ടോ. ആ സ്ക്വയറും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷട്ടിൽ കോട്ട് റെഡി. മാളുവിനെ ഞാൻ തോപ്പിക്കും. ഷട്ടിലുണ്ടോ അതിന്? അതൊക്കെ ഉണ്ട്. മാളുവിനെ ഞാൻ തോപ്പിക്കും. ഞാൻ കളിച്ചിട്ട് കുറെ നാളായി ഗൈസ്, വർഷങ്ങളായി. പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. തോറ്റ് കഴിഞ്ഞു മാളു. ഓക്കെ എൻ്റെ ജോമോനെ. ഓ ഇന്ന് ഇത്രയും കഴിഞ്ഞു മാളു. ഒരു സ്ക്വയർ ഇന്നും അപ്പോൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ഗൈസ്. പണി ഓവർ. എൻ്റെ പണി സാധനങ്ങളൊക്കെ അടുത്ത് തോട്ടിൽ കയറ്റുവാണ്. ഇനി നാളെ തങ്കത്തെട്ടി കാണാം. അങ്ങനെ ഡേ 3 ഗൈസ്. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു സ്ക്വയർ കൂടെ ഉണ്ടല്ലോ, അതുകൂടെ ഇന്ന് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കണമെന്ന് വെച്ചിട്ട് പോവാണ്. ഇന്നെങ്കിലും കംപ്ലീറ്റ് ആക്കിയിട്ട് കളിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ നടക്കുമെന്ന് അറിയത്തില്ല. ഡേ ഇത്രയുണ്ട്. 4:56 ഇരുട്ടുന്നതിന് മുന്നേ തീരുമോയെന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഇത് ക്ലീൻ ചെയ്തിട്ട് നമുക്കിവിടെ കളിക്കാൻ പറ്റും. ഇന്ന് തീരുമോ പണി രാജാവേ? ഇന്ന് തീർക്കണ രാജ്ഞി. ഇപ്പൊ കോൺഫിഡൻസ് കുറഞ്ഞു കേട്ടോ. വയ്യ, അതാണ് അവസ്ഥ. എന്തോ അസുഖം എന്തോ? മടി. എന്തായാലും ചുമൻ തീർക്കും. പക്ഷെ ഇന്ന് കോർട്ട് കെട്ടിയ ടൈം ലേറ്റായി നമ്മളിവിടെ വന്ന്. കോർട്ട് കെട്ടിയിട്ട് കളിക്കാൻ പറ്റുമെന്നുള്ളതൊന്നും ഡൗട്ട്. എന്നാലും നോക്കാം. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ പണി ഐശ്വര്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് എടുക്കണോ? തുടങ്ങിയില്ല കേസ്, അതിന് മുമ്പ് റെസ്റ്റ്. ഗൈസ് അപ്പോൾ ഫൈനലി ജോമോനെ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പണി ഒരു വിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് മിനുക്ക് മണികളൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് ചെയ്യണം. പക്ഷെ ഇത്രയും കംപ്ലീറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇന്നാണ് തീർന്നത് കേസ്. കഷ്ടപ്പാടെന്ന് പറഞ്ഞുണ്ടല്ലോ, വിചാരിക്കും പോലെ അല്ല. ഞാൻ ഒറ്റയ്ക്ക് ഇത് നീ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ചത്തു. അപ്പൊ ഗൈസ് അങ്ങനെ അറ്റ് ലാസ്റ്റ് കോർട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അല്ലേ നോക്കിയേ. നിങ്ങൾ ഈ കോർട്ട് മുമ്പ് കിടന്ന് എങ്ങനെയാണെന്ന് ഫസ്റ്റ് നോക്കണം. ഞങ്ങൾ പണ്ട് കളിക്കുമായിരുന്നു, പിന്നെ ഞങ്ങൾ കളിക്കാണ്ടായി. ഇവിടെ കാടൊക്കെ പിടിച്ച് ഇപ്പോൾ വെട്ടിയത് ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നെറ്റ് കെട്ടുണ്ട്. നെറ്റ് കെട്ടാൻ വേണ്ടി അവിടെ ഒരു ഇതുണ്ട്. ഇനി നമുക്കിത് ഇവിടെ ഒരെണ്ണം കൂടെ സെറ്റാക്കണം. അതിന് വേണ്ടി കമ്പൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിനെയും കൂടെ ഇവിടെ നടണോ? സോറി, വയ്ക്കണം. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കമ്പ് നടാൻ പോവാ. അതവിടെ നിന്നും പച്ച പിടിച്ച് പുഷ്ടിക്കാൻ വേണ്ടിയാണ്. ഇനി ഇവിടെ ഈ മരം ഇനി ഇവിടെ വലിയൊരു മരം കൂടെ ആവണം. അപ്പോൾ നമ്മളിത് ഇത് കെട്ടി. പിന്നെ നമുക്ക് പഴയ ഒരു നെറ്റുണ്ട് ഗേസ്. കുറച്ച് പഴയതാണ്, നമ്മൾ പണ്ട് കളിച്ചുകൊണ്ടിരുന്നതാണ്. കുറച്ച് വർഷങ്ങൾ ഉപയോഗിക്കുന്നില്ല. നമുക്കിനി അതിനെ ഇവിടെ കെട്ടാം. യെസ്. അപ്പോൾ നമ്മൾ അങ്ങനെ നീണ്ട കഷ്ടപ്പാടിനൊടുവിൽ നമ്മളിതേ കോർട്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. മാളുതേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാബാണു നമുക്കിനി കളിക്കാം. ഞാൻ എന്നോട് കോമ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. താരത്തിന് പോയി കളിക്കിടൂ. നമ്മൾ അങ്ങനെ കോമ്പറ്റീഷനൊന്നും അല്ല, ഹെൽത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമുക്ക് കുറച്ച് എക്സസൈസും ആവുമല്ലോ എന്ന് വെച്ചിട്ട്. നീയാണ് നല്ല രീതിക്ക് വയറ് വയ്ക്കുന്നുണ്ട്, വണ്ണം വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ട് നമ്മൾ ഇരിക്കണ്ടേ. അപ്പോൾ ഇതേപോലെ നിങ്ങളും എക്സസൈസൊക്കെ ചെയ്യുക. അതൊക്കെ കളിക്കാരന്മാരൊക്കെ ചാടത്തില്ലേ? അതൊക്കെ കളിക്കാരന്മാര് എന്ന് മുതൽ ഞാൻ കണ്ടിട്ടില്ല. തോപ്പിക്കാൻ തയ്യാറായി. എന്തായാലും നമ്മുടെ കഷ്ടപ്പാടിന് കേസ് ഫലം ഉണ്ടായി. അങ്ങനെ അവസരം നമുക്ക് കോർട്ടിൽ കളിക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും കേസ് ഞങ്ങൾ കളി തുടരുവാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.